ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ സീനറി പിക്ചർ വരയ്ക്കാൻ പോവാണ്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പേപ്പർ വന്നിട്ട് A4 ഷീറ്റിൻ്റെ ഹാഫാണ്. ഇനി നമുക്ക് സെലോ ടേപ്പ് ഒട്ടിച്ചെടുക്കണം. സെലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഈ അളവിൽ 4 സൈഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെലോ ടേപ്പ് വന്നിട്ട് ഇതാണ്. ഇതല്ലാതെ മാസ്കിൻ ടേപ്പോ അങ്ങനത്തെ ഏതെങ്കിലും സെലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ അളവിൽ 4 സൈഡും ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഇതിന് ബോർഡർ കിട്ടാനാണ് ഇങ്ങനെ സെലോ ടേപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഞാനപ്പോൾ ഇത്രയും കളേഴ്സും കൊണ്ടാണ് ഈ ഡ്രോയിങ് ചെയ്യുന്നത്. ഇത് ഓയിൽ പേസ്റ്റൽ എന്ന് പറയും. ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ പേസ്റ്റൽ വന്നിട്ട് ഇതാണ്. ഇതിന് 50 ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 220 ആണ്. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ ഷെയ്ഡ് എടുത്തിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്നാണ് തുടങ്ങുന്നത്. താഴെ നിന്ന് അടിച്ചടിച്ച് മുകളിൽ വരെ എത്തും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷെയ്ഡ് എടുത്തു. ഇതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് അടുത്തത് അടിക്കുവാണ്. നമ്മൾ അടുത്ത ഷെയ്ഡ് എടുത്ത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അടുത്ത ലെയറായിട്ട് ഇങ്ങനെ അടിക്കണം. അടുത്ത ഷെയ്ഡും ഇങ്ങനെ തന്നെ അടുത്ത ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ അടിക്കണം. നേരത്തെ ചെയ്ത സെയിം വേയിൽ അടുത്ത കളറും എടുത്തിട്ട് അടുത്ത ലെയറായിട്ട് അടിക്കുവാണ്. നമ്മളപ്പം ലാസ്റ്റത്തെ ഷെയ്ഡും എടുത്തിട്ട് ഏറ്റവും മുകളിൽ ഫുള്ള് കവർ ചെയ്തടിക്കണം. പിന്നെ നമ്മൾ ഈ വരച്ചത് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്താക്കിയിട്ട് നമ്മൾ താഴെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ബ്ലെൻഡ് ചെയ്ത് പോവാണ്. അപ്പം നമ്മൾ 2 ഷെയ്ഡ്സ് ബ്ലെൻഡ് ചെയ്തു. അടുത്ത ഷെയ്ഡ് ലൈറ്റ് ആയതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പം ടിഷ്യൂ പേപ്പർ മടക്കിയിട്ട് നല്ലൊരു ഭാഗം കൊണ്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇങ്ങനത്തെ പാറ്റേണിൽ കിട്ടും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റ് ഓയിൽ പേസ്റ്റിലും കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം.
വൈറ്റ് കൊണ്ട് എല്ലാം ഷെയ്ഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ വിരൽ ഉപയോഗിച്ചതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ വന്നിട്ട് 8B ഗ്രാഫൈറ്റ് പെൻസിലാണ്, അല്ലെങ്കിൽ 10B ആയാലും മതി. നല്ല ഡാർക്കുള്ള പെൻസിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഓയിൽ പേസ്റ്റിൻ്റെ മുകളിൽ തെളിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മരത്തിൻ്റെ പിക്കാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് ബ്രാഞ്ചസും വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രാഞ്ചസ് വരച്ചെടുക്കുമ്പോൾ ട്രയാങ്കിൾ പോലത്തുള്ള ഷേപ്പിൽ വേണം. മുകളിൽ നിന്ന് വണ്ണം കുറഞ്ഞിട്ട് താഴെ വരുമ്പോൾ വണ്ണമുള്ള പോലെ വേണം വരച്ചെടുക്കാൻ. പിന്നെയും താഴോട്ട് വരുമ്പം വണ്ണം ഇല്ലാത്ത പോലെ വേണം വരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ട്രീ ഫുള്ള് വരച്ചെടുത്തു. ഇനി നമ്മൾ താഴെ ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
നമ്മൾ താഴെ ഫുള്ള് വരച്ചെടുത്തിട്ട് വിരലുപയോഗിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് വരയ്ക്കുന്ന ഗ്രാസാണ്. അപ്പോൾ താഴെ ഡാർക്കായിട്ട് മുകളിൽ ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. നല്ല സ്പീഡിൽ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ബാക്കിലോട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ട് വരച്ചിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഗ്രാസിൻ്റെ അതേ ഫിഗർ കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെയും ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഗ്രാസിൻ്റെ അതേ പിക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഗ്രാസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന സെല്ലോ ടേപ്പ് ഊരിയെടുക്കുകയാണ്. ഊരിയെടുക്കുമ്പം സ്ലോയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. നമ്മൾ 4 സൈഡിലുള്ള സെല്ലോ ടേപ്പ് ഊരിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ള ബോർഡർ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. അത് ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ.